വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. പരിഹരിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് വാദിക്കാനുമാണ് ഗവൺമെൻറ്റും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വസ്തുതയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ആഗോളതലത്തിലുള്ളൊരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അങ്ങനെ വരുമ്പോൾ ഈ കമേഴ്സ്യലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ വരുന്ന ക്യാമ്പസുകൾ അവയ്ക്ക് യഥാർത്ഥത്തിൽ എത്രമാത്രം നമ്മളുടെ ഒരു ഓർഗാനിക്കായിട്ട് ഇവിടുത്തെ ഒരു ജ്ഞാനസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ യഥാർത്ഥത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്ന് പോലും പറയാവുന്ന സർവകലാശാലകൾ ഒന്നോ രണ്ടോ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ സാധാരണ മട്ടിലുള്ള കോളേജുകൾ എന്നുള്ള രീതി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവയ്ക്ക് പ്രത്യേകിച്ചൊരു പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ ഒരു പുതിയൊരു ഇൻസൈറ്റ് സൃഷ്ടിക്കാനോ ഒന്നും തന്നെ അവയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. എന്ന് മാത്രമല്ല, വിദേശ സർവകലാശാല ക്യാമ്പസുകൾ വരുമ്പോൾ ആരുടെ ക്യാമ്പസ് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ തന്നെ പ്രശ്നമാണ്. നമ്മുടെ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വളരെ വാണിജ്യ സ്വഭാവമുള്ള ക്യാമ്പസുകൾ ആണ് ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ. ഇപ്പോൾ ഹോങ്കോങ് പോലെയും സിംഗപ്പൂർ പോലെയും ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും വാണിജ്യ സ്വഭാവമുള്ള ക്യാമ്പസുകളല്ലാതെ നമുക്കിവിടെ നമ്മുടെ ഒരു അക്കാദമിക്കായിട്ടുള്ള നേട്ടങ്ങളെ മെച്ചപ്പെടുത്താനോ ഇന്നൊവേറ്റീവായിട്ടുള്ള പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെയുള്ള ഒരു സംവിധാനമുള്ള ഒരു സർവകലാശാലയും ഇതുവരെ ഇന്ത്യയിലോ ഇന്ത്യക്ക് ചുറ്റുപാടുള്ള മറ്റു രാജ്യങ്ങളിലോ പ്രവർത്തിക്കുന്നില്ല.